നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് സന്തോഷത്തോടെയാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. കാരണം നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ ഒടുവിൽ യഥാർത്ഥ സഞ്ജു സാംസണായി മാറിയിരിക്കുന്നു. അങ്ങനെ പറയാൻ കാരണം സഞ്ജു ആകുമ്പോൾ, സഞ്ജു എന്ന ബാറ്റർ തന്നെ ആകുമ്പോൾ വേറൊരു ലെവലാണ് കാര്യങ്ങൾ. അത് ഇന്നലെ വെസ്റ്റ് ഇൻഡീസിനെതിരായ കളിയിൽ ഇന്നലെ രാത്രി നമ്മളത് കണ്ടു. എത്ര ഗംഭീരമായിട്ടാണ്, എല്ലാ അർത്ഥത്തിലും ലോകോത്തരം, വേൾഡ് ക്ലാസ്. അത് ബാറ്റിങ്ങിൻ്റെ മാത്രം കാര്യത്തിലല്ല, അദ്ദേഹത്തിൻ്റെ ടെക്നിക്കിൻ്റെ കാര്യത്തിലല്ല, ഷോട്ടിൻ്റെ കാര്യത്തിലല്ല, അതെല്ലാം വേൾഡ് ക്ലാസ് തന്നെയായിരുന്നു. എക്കാലവും അത് അങ്ങനെയാണ്. ആ ക്വാളിറ്റി എല്ലാം, ബാറ്റിങ്ങിൻ്റെ ക്വാളിറ്റി എല്ലാം അവിടെ തന്നെ ഉണ്ട്. അതിനൊപ്പം തന്നെ ലോക നിലവാരത്തിൽ മറ്റൊന്നുകൂടി അദ്ദേഹം കാണിച്ചു. അത് സാഹചര്യത്തിനനുസരിച്ച് കളിക്കാനുള്ള പാകത, ക്ഷമ, ശാന്തത, എടുത്തുചാട്ടമില്ലാതെ ക്ലാരിറ്റിയോടുകൂടി, വ്യക്തതയോടുകൂടി, കൃത്യതയോടുകൂടി അദ്ദേഹം കളിച്ചു എന്നുള്ളതാണ്. അത് തന്നെയാണ് സച്ചിൻ ടെണ്ടുൽക്കർ, നമ്മുടെ മഹാനായ സച്ചിൻ ടെണ്ടുൽക്കർ, എക്കാലത്തെയും ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞത്. ക്രീസിലെ സഞ്ജുവിൻ്റെ കാംനെസ്, ശാന്തത ഗംഭീരമായിരുന്നു, അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു എന്ന് സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞു. ആ ശാന്തത കൊണ്ട് മാത്രമാണ് ഇന്നലെ സഞ്ജുവിനെ ഏതാണ്ട് ഒറ്റയ്ക്ക് തന്നെ, അങ്ങനെ തന്നെ പറയണം, ഏതാണ്ട് ഒറ്റയ്ക്ക് തന്നെ ഇന്ത്യയെ വളരെ 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 ക്രൂഷ്യലായ ഒരു കളിയിൽ സെമിഫൈനലിൽ എത്തിക്കാൻ കഴിഞ്ഞത്. ഒരു ലോകകപ്പിൻ്റെ സെമിഫൈനലിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് അയാൾ ഒറ്റയ്ക്ക്, ഏതാണ്ട് ഒറ്റയ്ക്ക് നിന്ന് പട നയിച്ചു. ഒരു പടനായകനെ പോലെ അയാൾ കളിച്ചു. സാഹചര്യത്തിനനുസരിച്ച് പന്തുകൾ നോക്കി, കളിക്കേണ്ട ഷോട്ടുകൾ മാത്രം കളിച്ച് അതിമനോഹരമായ ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെ പുളകിതരാക്കി എന്ന് തന്നെ പറയണം. ആ കളി സഞ്ജു കളിച്ചു. അത് എക്കാലവും 14 കൊല്ലമായി സഞ്ജു സാംസണെ ഫോളോ ചെയ്യുന്ന നമുക്കെല്ലാം അറിയാം, സഞ്ജുവിന് എക്കാലവും ആ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. പക്ഷേ സഞ്ജുവിൻ്റെ ആ പൊട്ടൻഷ്യലിൻ്റെ മിന്നായങ്ങൾ മാത്രമേ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ സഞ്ജു ആയിരിക്കുന്നു. ഇന്നലെ ഒരൊറ്റ രാത്രി കൊണ്ട് അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഇന്നിങ്സ്. അത് അദ്ദേഹം കളി കഴിഞ്ഞ് പറയുകയും ചെയ്തു. ദ ബെസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ദിവസം എന്നാണ്, ഏറ്റവും മനോഹരമായ ദിവസം, ഏറ്റവും മികച്ച ദിവസം എന്നാണ് സഞ്ജു സാംസൺ കളി കഴിഞ്ഞിട്ട് പറഞ്ഞത്. അങ്ങനെ തീർച്ചയായിട്ടും ഇതുവരെയുള്ള, ഇന്നലെ വൈകിട്ട് 7 മണി വരെയുള്ള സഞ്ജുവിൻ്റെ കരിയറും സഞ്ജുവിൻ്റെ കളിയും സഞ്ജുവിൻ്റെ ഇന്നിങ്സുകളും ഇന്നലെ രാത്രി 11 മണിക്ക് 11:30 ശേഷമുള്ള സഞ്ജുവിൻ്റെ കരിയറും മറ്റൊരു ലെവലിലായിരിക്കുന്നു. ഇന്നലെ 7 മണി വരെയുള്ള ഇതല്ല, സഞ്ജു വേറൊരു തലത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു പെർഫോമൻസ് കൊണ്ട്. അദ്ദേഹത്തിൻ്റെ ലീഡിങ് കപ്പാസിറ്റി കൊണ്ട്, അദ്ദേഹത്തിന് ഏത് സാഹചര്യത്തിലും, ഇന്ത്യക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുന്നത്, ഏതെങ്കിലും ക്ലബിന് വേണ്ടിയിട്ടല്ല. ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോൾ ഒരു ലോകകപ്പിൽ, ലോകത്തെ ഏറ്റവും വേൾഡ് ബീറ്റേഴ്സായ ടീമുകൾ മാത്രം കളിക്കുന്ന ഒരു ലോകകപ്പ്, അങ്ങനത്തെ ഒരു ടൂർണമെൻ്റാണ് ലോകകപ്പ്. ആ ലോകകപ്പിൽ നിർണായകമായ, തോറ്റാൽ പുറത്താകുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് സഞ്ജു സാംസൺ ഇന്ത്യയെ സെമിഫൈനലിൽ എത്തിക്കുന്ന ഇന്നിങ്സ് കളിച്ചതോടുകൂടി സഞ്ജു സാംസൺ വേറൊരു ലെവലായി കഴിഞ്ഞു. ഇനി മുതൽ സഞ്ജുവിനെ നമ്മൾ കാണുക, സഞ്ജുവിൻ്റെ ഈ ഇന്നിങ്സിനെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും. ഈ ഇന്നിങ്സ് അയാൾ ആ പാരാമീറ്റർ വെച്ച് കഴിഞ്ഞു അവിടെ. ഇനി ഈ ഇന്നിങ്സ് വെച്ചിട്ടാണ് അദ്ദേഹത്തെ വിലയിരുത്തുക. ഒരൊറ്റ നിരാശ എന്ന് പറയാൻ കഴിയില്ല. 3 റണ്ണ് കൂടി നേടിയിരുന്നെങ്കിൽ എക്കാലത്തെയും ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും വെച്ച ഇന്നിങ്സുകൾ, സെഞ്ചുറികളിലൊന്നായിട്ട് അത് വരുമായിരുന്നു. പക്ഷേ സാഹചര്യം അങ്ങനെ ആയിരുന്നു. അത് ഒരു കാര്യമേ അല്ല. വ്യക്തിഗത സെഞ്ചുറികളോ നേട്ടങ്ങളോ സ്റ്റാറ്റിസ്റ്റിക്സോ ഒന്നും നോക്കേണ്ടതില്ല. സഞ്ജു എന്ന കളിക്കാരൻ എത്ര പാകതയോടെയാണ് ഇന്ത്യയെ ഏതാണ്ട് ഒറ്റയ്ക്ക് ചുമലിലേറ്റിക്കൊണ്ട് ആ വിജയതീരം അടുപ്പിച്ചത് എന്നത് കാണുമ്പോൾ ഏറ്റവും സന്തോഷകരമായ, ഏറ്റവും അഭിമാനകരമായ
മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ മലയാളികളിൽ നിന്ന് നമ്മൾ വേറിട്ട് കാണുന്നതിൽ അർത്ഥമില്ല. ഇന്ത്യയിൽ ഓരോ ഇന്ത്യക്കാരനെയും, ഇന്ത്യയിൽ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരെയും വിസ്മയിപ്പിച്ച ഇന്നിങ്സാണ് ഇന്നലെ അദ്ദേഹം കളിച്ചത്. സഞ്ജുവിന് എക്കാലവും ആ പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പൊട്ടൻഷ്യലിലേക്ക് അദ്ദേഹം നടന്നെടുത്ത ദിവസമാണ് ഇന്നലെ. അവിടെ അദ്ദേഹം സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ആ പൊട്ടൻഷ്യലിൽ അദ്ദേഹം നിൽക്കുകയാണ്. 31 വയസ്സ് വരെ, ഇപ്പോൾ ഏതാണ്ട് 18 വയസ്സ് മുതൽ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുന്നുണ്ട് അദ്ദേഹം. 18-19 വയസ്സ് മുതൽ 2014 മുതൽ കഴിഞ്ഞ 12 വർഷം ഒരു വ്യാഴവട്ടക്കാലം ഒരു വ്യാഴവട്ടക്കാലം വേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യലിലെത്താൻ എന്നത്. അത് എല്ലാ അർത്ഥത്തിലും, അത് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ചിലപ്പോൾ ഇതിനു മുമ്പ് അദ്ദേഹം ഈ പൊട്ടൻഷ്യൽ കാണിച്ചിട്ടുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് ഒരു കളിയുടെ ക്വാളിറ്റി മാത്രമല്ല, സാഹചര്യങ്ങളിൽ ഓരോ നിമിഷത്തിൽ കളിയിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്ട്രാറ്റജികൾ ഉണ്ടാക്കുന്നതിൽ, അതിനനുസരിച്ച് ബാറ്റ് ചെയ്യുന്നതിൽ, അതിനനുസരിച്ചുള്ള ഷോട്ടുകൾ സെലക്ട് ചെയ്യുന്നതിൽ അതിനൊക്കെ അപ്പുറത്ത് അദ്ദേഹം എത്രത്തോളം ശാന്തനാണ് ക്രീസിൽ, എത്രത്തോളം ക്ഷമയുള്ളവനാണ് നിൽക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ, പ്രത്യേകിച്ച് ഇന്ത്യയെപ്പോലെ വലിയൊരു ക്രിക്കറ്റിംഗ് ആരാധകരുള്ള ഒരു രാജ്യത്തിൻ്റെ ഭാരം മുഴുവൻ ചുമലിലേറ്റിക്കൊണ്ട് അദ്ദേഹം നിൽക്കുമ്പോൾ ആ പ്രഷറിൽ, ആ സമ്മർദ്ദത്തിൽ എങ്ങനെ അദ്ദേഹം കളിച്ചു, എങ്ങനെ ഒരു കളിക്കാരൻ സമ്മർദ്ദത്തിൽ കളിക്കുന്നു എന്നുള്ളതാണ് അയാളുടെ ക്വാളിറ്റി തീരുമാനിക്കപ്പെടുന്നത്. ആ ക്വാളിറ്റി അദ്ദേഹം ഇന്നലെ കാണിച്ചു. തീർച്ചയായിട്ടും സഞ്ജുവിൻ്റെ ഏറ്റവും മികച്ച ഇന്നിങ്സ് അദ്ദേഹം ഇന്നലെ കളിച്ചു. അത് അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസം, ഇനി വരാൻ പോകുന്ന സെമി ഫൈനലിലും അത് കഴിഞ്ഞ് ഫൈനലിലെത്തിയാൽ ഫൈനലിലും അദ്ദേഹത്തിന് കാണിക്കാൻ കഴിയണം. തീർച്ചയായിട്ടും ഈ പൊട്ടൻഷ്യൽ, മുമ്പ് കാണിച്ച പോലെയുള്ള എടുത്തുചാട്ടങ്ങൾ, തെറ്റായ ഷോട്ട് സെലക്ഷൻ, മോശം ഷോട്ടുകൾ കളിക്കുന്നത് എല്ലാം അദ്ദേഹം അവസാനിപ്പിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അദ്ദേഹം ആ തലത്തിൽ നിന്നുകൊണ്ട് ഈ കളിയെ ഇനി മുതൽ അങ്ങനെ കാണും. തീർച്ചയായിട്ടും അദ്ദേഹം കൂടുതൽ ഒന്നാന്തരം ഇന്നിങ്സുകൾ കളിക്കും. ലോക നിലവാരത്തിൽ നിരന്തരം കളിക്കും, കൺസിസ്റ്റൻ്റായി കളിക്കുക എന്നുള്ളതാണ് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന പ്രശ്നം. സ്ഥിരതയില്ല എന്നുള്ളതാണ്. കൺസിസ്റ്റൻ്റായിട്ട് അദ്ദേഹം കളിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇനി മുതൽ അദ്ദേഹം കൺസിസ്റ്റൻ്റായിട്ട് സ്ഥിരതയോടുകൂടി ലോക നിലവാരത്തിലുള്ള ഇന്നിങ്സുകൾ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയണം. എന്നാൽ മാത്രമേ ഇനി ഒരു 5-6 വർഷം കൂടി ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റിയിലുള്ള ഇന്നിങ്സുകൾ കളിക്കാൻ അദ്ദേഹത്തിന് കഴിയുള്ളൂ. തീർച്ചയായിട്ടും ആ പൊട്ടൻഷ്യലുണ്ട്. ഇനി വരുന്ന 5-6 വർഷം അദ്ദേഹം അത് ലോകത്തിന് മുന്നിൽ അത് എക്സിബിറ്റ് ചെയ്യും എന്നുള്ള, അതായത് ഇന്നിങ്സുകളുടെ എക്സിബിഷൻ, വേൾഡ് ക്ലാസ് ക്വാളിറ്റിയിലുള്ള ഇന്നിങ്സുകളുടെ എക്സിബിഷൻ അദ്ദേഹം കാണിക്കും. നമ്മളെല്ലാം ആ തരത്തിൽ കോരിത്തരിപ്പിക്കും എന്ന് നമ്മൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കല്ല. ആ കാലമായി കഴിഞ്ഞു. അദ്ദേഹം 12 കൊല്ലത്തോളം ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി അദ്ദേഹം തീർച്ചയായിട്ടും ഈ പൊട്ടൻഷ്യൽ, ഈ നിലവാരത്തിലുള്ള കളി, അത് ബാറ്റിങ്ങിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ക്രീസിലെ കമ്പോഷർ എന്ന് പറയുമല്ലോ, ശാന്തത, എത്രത്തോളം ഏകാഗ്രത ഓടുകൂടി, ഈ ഏകാഗ്രതയെല്ലാം ഇന്നലെ അദ്ദേഹത്തിൽ കണ്ടു. ആ ഏകാഗ്രതയും ശാന്തതയും ക്ഷമയും ശരിയായ ഷോട്ട് സെലക്ഷനും എല്ലാം തികഞ്ഞ ഒരു സഞ്ജു സാംസണായി അദ്ദേഹം കൂടുതൽ കാലം കളിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശിക്കാം. അത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതിന് അദ്ദേഹത്തിന് സാധ്യമാവട്ടെ.